നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ ബാങ്കിങ് കമ്പനീസ്, എസ്പെഷ്യലി SBI, കൊട്ടക് ബാങ്ക് പോലെയുള്ള കമ്പനീസ് നെഗറ്റീവിൽ റിയാക്ട് ചെയ്തപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസും FMCG കമ്പനീസിൻ്റെ മികവ് കൊണ്ട് നിഫ്റ്റി ഇന്നലെ ശക്തമായ രീതിയിൽ തന്നെ നിലകൊണ്ടു. സെൻസെക്സും നിലകൊണ്ടു. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും സ്ലൈറ്റ്ലി നെഗറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. ഫിൻ നിഫ്റ്റി പോസിറ്റീവായിരുന്നു, ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി നെഗറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. ഇപ്പോൾ ഇത്ര യുദ്ധ സാഹചര്യങ്ങളും ബോർഡർ ടെൻഷനും ഈവൻ ഇന്നലെ US മാർക്കറ്റ് രണ്ടും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, നാസ്ഡാക്കും ഡോയും. എന്നിരുന്നാൽ കൂടിയും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായി ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം FISൻ്റെ ബൈയിങ് തന്നെയാണ്. തുടർച്ചയായ 5 ദിവസം FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് തന്നെ നടത്തുന്നുണ്ട്. DISും ബൈയിങ് മോഡിൽ തന്നെയാണുള്ളത്. ഇന്നലെയും FIS 497 കോടി രൂപയുടെ ബൈയിങ്ങും DIS 2788 കോടി രൂപയുടെ ബൈയിങ്ങാണ് നടത്തുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോറിൻ FISും DISും കനത്തമായ രീതിയിൽ ബൈയിങ് നടത്തുമ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്നില്ല. ഇനി താഴേക്ക് പോകണമെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിങ് ഉണ്ടാകുമ്പോഴാണ് മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. റീറ്റെയിലേഴ്സ് എത്രമാത്രം പാനിക് സെല്ലിങ് കാരണം സെല്ല് ചെയ്താലും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്താലും ഇവരുടെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഏതർ എനർജി IPOയുടെ ലിസ്റ്റിംഗ് ഡേ ആണുള്ളത്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയിലൂടെ അറിയിച്ച് സന്തോഷം പങ്കുവെക്കുക. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. കാണാം, US VIX ഇന്നലെ 4% ഉയർന്നു. നാസ്ഡാക്ക് 133 പോയിൻ്റ് ഇടിവ്, ഡോ 98 പോയിൻ്റ് ഇടിവ്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് അതീവ പോസിറ്റീവായിരുന്നു. FTSEയും പോസിറ്റീവായിരുന്നു. ഫ്രാൻസ് CAC 40 മാർക്കറ്റ് 42 പോയിന്റിൻ്റെ നെഗറ്റീവായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഏഷ്യൻ മാർക്കറ്റും നിഫ്റ്റി എല്ലാം തന്നെ ഒരു ഫ്ലാറ്റായ രീതിയിലുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത്. ഇന്നലെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏകദേശം $70 പെർ ഔൺസിന് ഉയർന്നിരുന്നു. ഇപ്പോഴും ഇന്നും പോസിറ്റീവിൽ തന്നെയാണ് ഗോൾഡൊക്കെ ഉള്ളത്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് ഒരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റായിട്ട് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് എന്നുള്ള നിലയിലാണ് നമുക്ക് ഓപ്പണിങ് കിട്ടാൻ സാധ്യത. അല്ലാതെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണുകളോ നിലവിലെ സാഹചര്യത്തിലില്ല. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ നിലവിൽ മാർക്കറ്റിൽ അഗ്രസീവായിട്ട് ഈ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക്, ഇനി ഡെറിവേറ്റീവിലും ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ വളരെയധികം ബ്രോക്കറേജ് കുറഞ്ഞ ഇന്ത്യയിലെ ലീഡിംഗ് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ലോട്ട് എടുത്താലും പെർ ഓർഡറിനാണ് ഓർഡറുകളുള്ളത്. പല ബ്രോക്കറിലും ഈ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ബ്രോക്കറേജ് മാറും. അപ്പോൾ ഹ്യൂജ് ബ്രോക്കറേജ് ആവും. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. കോഫോർജ് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. കോഫോർജ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഒരു വർധനവ് രേഖപ്പെടുത്തി 261 കോടി രൂപ കരസ്ഥമാക്കി എന്നുള്ള ന്യൂസ്. 19 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 25% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 417 നിന്ന് 522 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ക്യാംസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 10% ഉയർന്ന് നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത് 114 കോടി രൂപയാണ്. DCM ശ്രീറാം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 52% ഉയർന്നു. കമ്പനി 3 രൂപ 40 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഐക്കോൺ കമ്പനി 187 കോടി രൂപയുടെ ഓർഡർ കിട്ടി. CCL പ്രൊഡക്റ്റ് കമ്പനി ഇവർ കോഫി മാനുഫാക്ചറിങ് കമ്പനിയാണ്. 56% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. 65 കോടി രൂപയിൽ നിന്ന് 101 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നി. പാരാസ് ഡിഫൻസ് കമ്പനി ഇവർ ഒരു പുതിയ ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സിഗ്നേറ്റി ടെക് കമ്പനി 63 കോടി രൂപയിൽ നിന്ന് 73 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ബോംബെ ഡെയിങ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 83% ഒരു ഇടിവ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായി. റവന്യൂ 12% ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 640 കോടി രൂപയിൽ നിന്ന് 580 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സോളക്സ് എനർജി കമ്പനി 451 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. GR ഇൻഫ്ര കമ്പനി BSNൻ്റെ ഭാഗത്തു നിന്ന് 1257 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.